ചത്തോന്നറിയാൻ വന്നാണല്ലടാ. നീ ഇപ്പൊ ചൂടാവുന്ന എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെടാ. നിന്റെ കാര്യം ഞാൻ അരവിന്ദ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാവും. കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാന്ന് ചിലച്ചോണ്ടിരുന്നാ പോരാ. എപ്പൊ ശരിയാക്കാ ഒക്കൊന്ന് ഇപ്പൊ പറയണം. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങടെ തന്നാലോ? വേണ്ട, അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. ഈ കുശാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്, പാരാവരുതെന്ന്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. എന്താടോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നോണ്ടാ സാർ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ഓവർ സ്മാർട്ട് ആവുന്നൊന്നല്ല, ഗതികേട് കൊണ്ടാ. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. എന്തോ എങ്ങനെ അടിച്ചു നിന്റെ 32 പല്ലും കാണു കൊന്ന് കായിൽ താഴ്ത്തും. നീ ചീറ്റേ ഉള്ളു, കൊത്തത്തില്ല. പല്ല് പോയില്ലേ? ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. അതെ, നീയാണോ? അതെ, ഞാനാണ്.